വെൽക്കം ടു യോസ് ട്രൂലി ശില്പ ബാല. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് വെറും ഒറ്റ സെക്കൻഡിൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അതാണ് കാരണം ഞാൻ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് റെഡി ആവുമായിരുന്നു. സോ ഞാൻ തന്നെയാണ് ഇന്ന് മേക്കപ്പ് ചെയ്യുന്നത്. സോ ഞാൻ തുടങ്ങുന്നതിനെക്കാട്ടി മുന്നേ ഞാൻ വെറുതെ ഒന്ന് കണ്ണാടി നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഇവിടെ ആരുമില്ല, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് മേക്കപ്പ് ചെയ്യാൻ പാടില്ല. ഒത്തിരി പേര് ഫെസ്റ്റിവൽ മേക്കപ്പ്, ഒക്കേഷണൽ മേക്കപ്പ്, പാർട്ടി മേക്കപ്പ് എന്നൊക്കെ മറ്റു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സിമ്പിൾ 5 minutes മേക്കപ്പ് ഇട്ടതിന് ശേഷം ആ വീഡിയോ സജഷനിലിടാം. ആ വീഡിയോയ്ക്ക് ശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടി വെയർ, ഒക്കേഷണൽ മേക്കപ്പ് ഇങ്ങനത്തെയൊക്കെയുള്ള സംഭവം ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനായിട്ട് നമ്മൾ എപ്പോഴും ഒരുപാട് സമയം കണ്ടെത്തി റെഡിയാവാറുണ്ട്, പക്ഷേ ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് സമയമുണ്ട്, ഒരു 2 hours ടൈം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്വന്തം മേക്കപ്പ് ഒരു ഷൂട്ടിന് വേണ്ടി ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റേജ് ഈവെൻ്റ് ആണ്. അപ്പോൾ ഷൂട്ടിനുള്ള മേക്കപ്പിന് ഇച്ചിരി കൂടെ ഓൾട്രേഷൻ ഉണ്ടാവും, പക്ഷേ സ്റ്റേജ് ഈവെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടെ ഒരു ഹെവി സൈഡ്, അതായത് എൻ്റെ ഹെവി എന്ന് പറഞ്ഞാൽ അത്ര ഹെവി അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇറ്റ്സ് ക്വൈറ്റ് ലൈറ്റ്. പക്ഷേ പിന്നെ അവസാനം ചോദിക്കണം ഇതിനെയാണോ ലൈറ്റ് മേക്കപ്പ് എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് എ പ്രോസസ്സ്. നമ്മൾ മേക്കപ്പ് ചില പ്രാവശ്യം ഞാൻ 1-2 ലേയേഴ്സ് ഇട്ടു എന്ന് വരും. അപ്പോൾ എന്ന് കരുതി അത് ഒരു ഹെവി മേക്കപ്പോ ഓവർ മേക്കപ്പോ ഒന്നും അല്ല. അത് ഇറ്റ്സ് ബേസിക്കലി ഡൺ ടു ക്ലിയർ യുവർ സ്കിൻ ഈവൻ മോർ അല്ലേ. കാരണം നമ്മൾ കുറേ ക്ലോസപ്പ് ഷോട്ട്സും അങ്ങനത്തെ പല ആംഗിളിൽ നിന്നൊക്കെ നമ്മൾ വരുമ്പം ഇറ്റ് ഷുഡൻ ലുക്ക് അൺഈവൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് എൻ്റെ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഓരോ പ്രോഡക്റ്റ് ഡീറ്റെയിൽസും ഞാൻ തരാം. Alright, no promotion video, but still just telling you what all I've been using since many number of years. Okay, let's get started. അപ്പോൾ ആദ്യം ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു. മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ പ്രൈമർ യൂസ് ചെയ്യാണ്. ഇത് ആക്ച്വലി ബെനിഫിറ്റിൻ്റെ പ്രോ പ്രൈമറാണ്. ഇത് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന പ്രൈമറാണ്. പക്ഷേ ഇതിൻ്റെ ഗ്രീൻ ആൻഡ് വൈറ്റ് പ്രൈമറാണ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറ്. പക്ഷേ ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ, ഇത് ബ്ലൂ ആൻഡ് യെല്ലോ ആണ്. ഗ്രീൻ ആൻഡ് വൈറ്റ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ സ്കിൻ ഒരുപാട് ഡ്രൈ ആക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവരുടെ അടുത്ത് എനിക്കൊരു കോമ്പിനേഷൻ സ്കിന്നാണ്, സോ അതിന് ഡു യു ഹാവ് എനി പ്രൈമർ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ബ്ലൂ കളർ. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി വെരി ഗുഡ്. കാരണം മറ്റേതിൻ്റെ ടെക്സ്ചർ തന്നെ ഇച്ചിരി ഒരു മാറ്റ് ടെക്സ്ചറാണ്. എനിക്ക് പ്രൈമറിൽ ഒരു മാറ്റ് ടെക്സ്ചർ വരുന്നത് എനിക്കിഷ്ടമല്ല. ഐ ലൈക്ക് ഇറ്റ് ലിറ്റിൽ ലിക്വിഡി, കുറച്ചൊരു ഓയിലി കൺസിസ്റ്റൻസി വരുന്നതാണ് എനിക്കിഷ്ടം. എന്നാലേ നമുക്ക് ബേസ് കുറച്ച് പിടിക്കുള്ളൂ എൻ്റെ സ്കിന്നിന്. ഓക്കെ, ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫോർ ഈച്ച് സ്കിൻ. അപ്പം പ്രൈമർ ഇട്ട് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഐ എം സ്ട്രേറ്റ് അവേ ഗോയിങ് ടു മൈ ഫസ്റ്റ് ബേസിക് ഫൗണ്ടേഷൻ. ആദ്യം ഞാൻ എൻ്റെ ബോബി ബ്രൗൺ സ്റ്റിക്ക് ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. ഇത് ബേജ് നമ്പർ 3 ഫൗണ്ടേഷനാണ്. പക്ഷേ ആക്ച്വലി ഇത് ഇച്ചിരി കൂടെ ലൈറ്റർ ഷെയ്ഡാണ് എൻ്റെ ഫേസിനെക്കാട്ടിലും. ബട്ട് ഫസ്റ്റ് ഐ വുഡ് അപ്ലൈ ദിസ്. ഓക്കെ, ബിക്കോസ് ഐ ഓൾവേസ് മിക്സ് മൈ ഫൗണ്ടേഷൻ. എൻ്റെ ബേസ് ഞാൻ എപ്പോഴും മിക്സ് ഷെയ്ഡ് കവർ ചെയ്യാറുണ്ട്. സോ മിക്സ് ഷെയ്ഡ് ആകുമ്പം നമുക്ക് ടോൺ ഇച്ചിരി കൂടെ നാച്ചുറൽ ആക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇറ്റ് ലുക്ക് വെരി white or cakey or whatever you call it. This is a blender I got from Nykaa. This is actually very good. നമ്മൾ ഈ സെഫോറയിൽ കിട്ടുന്ന ബ്ലെൻഡറിനെ കാട്ടിയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് സെഫോറയിൽ എനിക്ക് കിട്ടിയ ബ്ലെൻഡറിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോകും. ഇറ്റ് ഈസ് വെരി ബാഡ്. സോ ദിസ് ഈസ് ആക്ച്വലി ക്വൈറ്റ് ഗുഡ്. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, നൗ നൈസ്ലി ബ്ലെൻഡഡ്. എപ്പോഴും നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പം സർക്കുലർ മോഷനിൽ വേണം. ലൈക്ക് യു ഷുഡ് push it in. Okay, you should always take it outside. നമ്മൾ ഈ ചുമരുകളൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന കണ്ടില്ല, ഒരു പ്രത്യേക പാറ്റേൺ അല്ലേ, അതുപോലെയാണ് നമ്മൾ ഫേസ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ്സ് ലിറ്ററലി പെയിൻറ്റിങ് എ ഫേസ്. സോ ഇത് ഇച്ചിരി ഒരു ബെൻഡ് ചെയ്തിട്ടുള്ള ബ്ലെൻഡറാണ്. ഐ റിയലി ലവ് ദിസ് ബ്ലെൻഡർ ആൻഡ് ദിസ് ഐ യൂസ് ഫോർ ദി അണ്ടർ ഐ അങ്ങനത്തെ കുറച്ച് ഏരിയാസിലൊക്കെ ഇത് നല്ലതാണ്. ചില സമയത്ത് എനിക്ക് കോമ്പാക്ട് പൗഡർ ആൻഡ് ഐ യൂസ് ദിസ് പോർഷൻ ഓഫ് ദ സ്പഞ്ച് ആൻഡ് ദാറ്റ്സ് ആക്ച്വലി മോർ എഫക്റ്റീവ് ദാൻ ഈ കോമ്പാക്ട് പൗഡറിൻ്റെ അകത്ത് തന്നെ നമുക്ക് ചില സമയത്ത് സ്പഞ്ച് കിട്ടല്ലോ. അതിനെക്കാട്ടും എനിക്കിഷ്ടം ഈ ഒരു ടെക്നിക്കാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നിങ്ങൾ. ഇങ്ങനത്തെ ബ്ലെൻഡറിൻ്റെ ഈ പോർഷൻ നിങ്ങൾ പൗഡറിലിട്ടിട്ട് ഒന്ന് ഫേസിലിടാൻ നോക്കി, നല്ല കവറേജ് ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ലെയർ ഡൺ. അപ്പോൾ ഈ ലെയർ ഇട്ട് കഴിയുമ്പം നമ്മൾ വിചാരിക്കും അയ്യേ എൻ്റെ ഫേസ് ഇത്രയും വൃത്തികേടായോ, ഇത്രയും നേരം നല്ല ഭംഗിയായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നും. ബിക്കോസ് ഫസ്റ്റ് ലെയർ ഫൗണ്ടേഷൻ ഈസ് ഓൾവേസ് നമ്മുടെ ഏറ്റവും നമ്മുടെ ഫേസിലുള്ള മാർക്സ് ഇതൊക്കെ പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ലെയർ ഫൗണ്ടേഷന് ശേഷമാണ്. ഓക്കെ, ബട്ട് സ്റ്റിൽ വി ഹാവ് മോർ ടു ഗോ. ഓക്കെ, അങ്ങനെ ഒരു കവർ ചെയ്തു. ഇനി
ഞാൻ എൻ്റെ ഫേവറേറ്റ് ലിക്വിഡ് ഫൗണ്ടേഷൻ എവർ നാസിൻ്റെ ആണ്. ഐ റിയലി ലവ് ഇറ്റ്. പക്ഷേ യു നോ വാട്ട്, ഇതിൻ്റെ ഒരു 3 പമ്പ് ഞാൻ എടുക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ഈ ബ്രഷ് എടുക്കും. മാക്കിൻ്റെ 196 ആണ്. ഓക്കെ, ആൻഡ് ദെൻ ഐ ജസ്റ്റ് സ്പ്രെഡ് ഇറ്റ് അക്രോസ് എ ഫ്യൂ ഏരിയാസ് ഓൺ മൈ ഫേസ്. അതിന് മുമ്പേ ഞാൻ പറയാം, ഇപ്പം നമ്മൾ ഈ നാഴ്സിൻ്റെയും ബോബി ബ്രൗണിൻ്റെ ഒക്കെ ഫൗണ്ടേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് വെരി സേഫ് ഫോർ മൈ ഫേസ്. ആൻഡ് എന്ത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഫേസ് ആണെങ്കിലും ഒരു പരിധി വരെ ഒത്തിരി ഹാം ചെയ്യാത്ത, മേക്കപ്പ് എപ്പോഴും ഹാമാണ്, ബട്ട് ഒത്തിരി ഹാം ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ ബ്രാൻഡ്സൊക്കെ. ആദ്യം ഞാൻ ഇടാൻ പോകുന്ന ടു ഫേസ്റ്റിൻ്റെ നാച്ചുറൽ മാറ്റ് പാലറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്ലെയിൻ ന്യൂഡ് ഷെയ്ഡ് ഉണ്ട്, വിച്ച് ഈസ് ഗോയിങ് ടു ബി മൈ ബേസ് ഫോർ മൈ ഐസ്. It's called Fashion Nudie. Okay, oops. This one, okay? This is going to be my first base, okay? Okay, next നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ഐബ്രോസിൻ്റെ താഴെ ജസ്റ്റ് ഈ വൈറ്റ് ഒന്ന് ഇടാൻ പോവാണ്. അതൊരു നീറ്റ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ വൈറ്റ് മേക്കപ്പിലിരുന്ന് നമുക്ക് കുറയ്ക്കാം. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കുന്നതാണ്. ഇത് മേക്കപ്പ് ഫോർ എവറിൻ്റെ ഐഷാഡോ പാലറ്റാണ്. എനിക്ക് വലിയ എന്താ പറയുക, എപ്പോഴെപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പാലറ്റല്ല. പക്ഷെ മറ്റതില്ലെങ്കിൽ അല്ലെങ്കിൽ മറന്നു പോയാൽ ഇത് ആക്ച്വലി ഒരു സേവിയറാണ്. ബിക്കോസ് എനിക്കിതിൻ്റെ ഈ ഗോൾഡൻ ഷെയ്ഡും ഇതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാനിന്ന് ഇടുന്നത് ഒരു ബ്ലാക്ക് ഗൗണാണ്, പ്ലെയിൻ ബ്ലാക്ക് ഗൗൺ. ഷപ്സി, മൈ ഡിസൈനർ, ഹസ് ഡൺ ഇറ്റ്. അപ്പം അത് ഞാൻ ഐസ് കുറച്ചൊരു ലൈറ്റ് സ്മോക്കാണ് ഇടാൻ പോകുന്നത്. എനിക്ക് ചെറിയ കണ്ണായതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്മോക്ക് യൂസ് ചെയ്യുമ്പം ഇറ്റ് ലുക്ക് വെരി ബാഡ് ഫോർ മീ. സോ ഐ യൂസ് ലൈറ്റ് സ്മോക്ക് ആൻഡ് എ ഡാർക്കർ ലിപ്സ്റ്റിക് കുറച്ച് പ്രോമിനൻ്റ് ആക്കിയിട്ട് അറ്റ് ദ സെയിം ടൈം എൻ്റെ സ്മോക്കും നോട്ടീസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സ്റ്റൈലിലേക്കാണ് ഞാൻ പോകുന്നത്. യൂഷ്വലി വാട്ട് ദേ ഡു ഇസ് ഇറ്റ്സ് ഐദർ ദി ഐസ് ഓർ ദ ലിപ്സ് stand out, but over here I want both of them to stand out, and if that has to happen, രണ്ടും ഒരു മിനിമൽ ഇതിൽ എനിക്ക് ചെയ്താൽ മതി. So first let's do a little bit of this dark shade. ഇതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ എൻ പോർഷനില്ലേ നമ്മുടെ കണ്ണിൻ്റെ എൻ പോർഷന് ഇങ്ങോട്ടേക്ക് ഒരു വേളി ഇങ്ങനെ എടുക്കണം. ഇതിങ്ങനെ you should do it inside, like, you know, എന്താ ഇതിനെ പറയാം, അകത്തേക്ക് ഇങ്ങനെ നമ്മൾ സർക്കിൾ ചെയ്ത് പോകണം. കണ്ടോ? അതായത് നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ മേലത്തെ പോർഷനല്ലേ ഈ സർക്കിളിൻ്റെ മേലെ ഇത് നിൽക്കണം. അതിൻ്റെ മേലെ പോകാൻ പാടില്ല, അപ്പോൾ കുറച്ച് ബോറായി പോകും. സോ ഇതിൻ്റെ മേലെ കൂടെ സത്യം പറഞ്ഞാൽ വല്ല പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എൻ്റെ ഈ വീഡിയോ കണ്ടാൽ വിചാരിക്കും ഇതിങ്ങനെ ചെയ്യാമോ? കാരണം ഇത് ഞാൻ സ്വന്തമായിട്ട് ഞാൻ എൻ്റെ രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, there's never a right way or the wrong way, but you always have to have the neat way to do your makeup. It shouldn't look bad. അത്രയേ ഉള്ളൂ മേക്കപ്പിൻ്റെ അഡ്വൈസ്. വേറൊന്നുമില്ല. You can do it however you want. So ഇതിങ്ങനെ അകത്തേക്ക് ഞാൻ പുൾ ചെയ്തു. Alright, same thing we do on the other side. എനിക്ക് പെട്ടെന്ന് വേറൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ ഈയിടെ എൻ്റെ 5 minutes മേക്കപ്പ് വീഡിയോൻ്റെ കുറച്ച് കമൻറ്റ്സ് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറച്ച് പേര് ഞാൻ യൂസ് ചെയ്ത ആക്ടിപേർ BB ക്രീമിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെയിറ്റ്, ഐ ആം ജസ്റ്റ് സോബറിങ് ഇറ്റ് ഡൗൺ. ഓക്കെ, അത് നമ്മൾ അതിനൊന്ന് സപ്പോസ് യു ഫീൽ ഇറ്റ്സ് എ ലിറ്റിൽ ഡാർക്കർ വിചാരിച്ചേക്കാട്ടും അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിപ്പിച്ചെടുത്താൽ മതി, തീർന്നു. വെരി സിമ്പിൾ. ഓക്കെ, അപ്പം ഒത്തിരി പേര് ചോദിച്ചു ദുബായിൽ നിന്ന് എവിടെ നിന്നാണ് അത് എടുക്കുന്നത്, കുഡ് യു ടെൽ us more? ഇറ്റ്സ് ആക്ച്വലി മൈ ബ്യൂട്ടി സീക്രട്ട്. ഓക്കെ, അതല്ല, ഞാൻ ആക്ച്വലി ഞാൻ ഒരു കാലത്തും വിചാരിച്ചില്ല ഞാൻ ഈ സാധനത്തിനെ കുറിച്ച് പറയുന്നുള്ളത്. പക്ഷെ അന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത്, ഈവൻ എൻ്റെ റിലേറ്റീവ്സ് ത്രൂ ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങി ഇത് എവിടെ നിന്നാണ് ദുബായ് കിട്ടുന്നതെന്ന് പറയുന്നു.
ഇത് ദുബായിലെ ലൈഫ് ഫാർമസിന്നാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത്. എന്നാൽ ലൈഫ് ഫാർമസിയിൽ ഏത് സമയത്തും പോയാൽ അവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടില്ല. യു മൈറ്റ് വിൽ ഹാവ് ടു പ്ലേസ് ഓർഡർ ഇൻ അഡ്വാൻസ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു 2-3 എണ്ണം ഓർഡർ ചെയ്ത് വെക്കും. സോ ദാറ്റ് നാട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഓടിപ്പോയി കളക്ട് ചെയ്യും, അല്ലെങ്കിൽ അമ്മ അച്ഛ ഓടിപ്പോയി കളക്ട് ചെയ്യും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ. ആക്ച്വലി ഇന്ന് ഞാൻ മേക്കപ്പ് ഇടാൻ വേണ്ടി ഇത് യൂസ് പോലും ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ്സ് ഓൾവേസ് ഇൻ മൈ ബാഗ്. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ണിൽ ചെയ്യാൻ പോണത്, നമ്മൾ ബ്ലാക്ക് മാത്രം ഇപ്പോൾ ഇട്ടില്ലേ, ഇനി ഇതിൻ്റെ തൊട്ട് മേലത്തെ ലെയറിൽ നമ്മൾ ആ ബ്ലാക്ക് ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ഷെയ്ഡിലേക്ക് നമ്മൾ പോകണം. Preferably, I'll go for strapless from this palette, okay? ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ബ്ലാക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ല കൊണ്ടുവന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള മേലെ ലെയറിലേക്ക് അങ്ങനെ പോകും. ആ ബ്ലാക്കിൻ്റെ മേലേക്ക് അകത്തുനിന്ന് വെളിയിലോട്ട് നമ്മൾ കവർ ചെയ്യും. ഇനി നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ എത്ര ഷെയ്ഡ്സ് ആയി? നമ്മൾ 3 അല്ല, ഫസ്റ്റ് ന്യൂഡ് ഇട്ടു, അതിൻ്റെ മേലെ ഇവിടെ താഴെ വൈറ്റ് ഇട്ടു, പിന്നെ നമ്മൾ സ്മോക്കിലോട്ട് പോയി, പിന്നെ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് എങ്ങോട്ടേക്ക് നമ്മളൊരു സ്ട്രാപ്ലെസ് ന്യൂഡിൻ്റെ ഒരു ഷെയ്ഡ് എടുത്തു. പിന്നെ നൗ കംസ് ദ ഗ്ലിറ്റർ പാർട്ട്. വി ഹാവ് ടു മേക്ക് ഇറ്റ് സ്റ്റാൻഡ് ഔട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നറിയാം, എനിക്ക് എൻ്റെ Urban Decay ഷെയ്ഡ് മിസ് ചെയ്യുന്നു. അതെൻ്റെ ഫേവറേറ്റാണ്. അതിൽ ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ട്, അതാണ് ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുക. ആൻഡ് ഐ റെക്കമെൻഡ് ദാറ്റ്. ആക്ച്വലി ഇറ്റ്സ് വെരി ഗുഡ്. ദിസ് ഓൾസോ ഗുഡ്, ദാറ്റ്സ് ഈവൻ ബെറ്റർ. ബട്ട് സോ ഈ ഗോൾഡൻ ഞാനങ്ങ് എടുത്തിട്ട് ഞാൻ ഈ ഗോൾഡൻ ജസ്റ്റ് ഇതിൻ്റെ മേലെ കൂടെ ആ നമ്മൾ ബ്ലാക്ക് സ്മോക്ക് ഇട്ട സ്ഥലത്തേക്ക് കൂടെ നമ്മൾ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ പോലെ ഇങ്ങനെ ഇട്ട് വയ്ക്കും. അതായത് പുള്ളിക്കാരൻ സ്റ്റാറാണ് ഈ സ്മോക്ക് എന്ന് പറയുന്നത്. അപ്പം ആ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട്, അവനൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ മേലെ കൂടെ യു ജസ്റ്റ് ഡാബ് ഇറ്റ്. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു ലൈക്ക് ബ്രഷ് ഇറ്റ് അക്രോസ് ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ദ ലുക്ക് ഗെറ്റിംഗ് സ്പോയിൽഡ്. സോ ജസ്റ്റ് ഡാബ് ചെയ്യുക ഈ ഗോൾഡൻ കളർ. ഐ എം സച്ച് എ ഫാൻ ഓഫ് ബ്ലിങ്സ്. ഇനി ഈ മേക്കപ്പ് ഒക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരു ഫൈനൽ ടച്ചിങ് കൂടി ഉണ്ടാവും എൻ്റെ ഐസിലൊക്കെ, മിക്കവാറും ഉണ്ടാവും. ബട്ട് ബിഫോർ ദാറ്റ് ഐ ജസ്റ്റ് ഡു ഒരു 1 more round of all of this. ആക്ച്വലി ഇന്ന് ഞാൻ ഐലാഷ് ഒന്നും ഇടുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് അത്രയ്ക്കും ഡ്രമാറ്റിക് ആക്കണമെന്ന്. അത് ടെലിവിഷൻ ഷൂട്ടാകുമ്പോൾ ഓക്കെ, ബട്ട് ഈവൻറ്റ് ആകുമ്പം എനിക്ക് അത് വേണമെന്ന് തോന്നുന്നില്ല. ഇനി നമ്മൾ ആദ്യം ചെയ്ത വൈറ്റില്ലേ, അത് ഒരു റൗണ്ടും കൂടി ഇടാം. നിങ്ങൾ ശരിക്കും വിചാരിക്കുന്നുണ്ടാവും, ദൈവമേ ഇത് എത്ര റൗണ്ടാണ്? യു ആക്ച്വലി നീഡ് ഇറ്റ്. ദാറ്റ്സ് ഹൗ ദേ ഡു ഇറ്റ്. ഓക്കെ, ഹിയർ യു ഗോ. നമ്മളതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെയും ഹൈലൈറ്റ് ചെയ്തു. വി ആർ സോർട്ട് ഓഫ് 60% ഡൺ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോണ സെക്ഷൻ ഏതാണെന്നറിയാം? ഇതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചെയ്യും, വിച്ച് ഇസ് ഐ ക്ലോസ് മൈ ഐസ്. ഈ ബ്രഷ് എടുക്കാം. മാക്കിൻ്റെ ഏതായത്? ഇംഗ്ലോട്ടനാണ് 270G. ഓക്കെ, വെരി നൈസ് ബ്രഷ്. ആക്ച്വലി ഫൗണ്ടേഷൻ ബ്രഷ് മുമ്പ്, പക്ഷേ എനിക്ക് ആക്ച്വലി ഇതിനെ കുറച്ചും കൂടി ലൈറ്റർ യൂസ് ചെയ്യാനാണ് ഇഷ്ടം. ക്ലോസ് യുവർ ഐസ് ആൻഡ് ഡു ദിസ്. ഓക്കെ, ക്ലോസ് യുവർ ഐസ് ആൻഡ് ഡു ദിസ്. നെക്സ്റ്റ് comes my favorite portion, which is eyebrows. എൻ്റെ ഐബ്രോസ് കണ്ടല്ലോ, വളരെ തിന്നാണ്, ഒരുപാട് ഫില്ലിങ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ ഞാൻ അത്ര ഓവർ ഫില്ലിങ് ചെയ്യില്ല. ഈ 2 പ്രോഡക്റ്റ് ഇസ് two of my favorites for eyes. Again, this is from Benefit. I love Benefit. Okay, I'm a huge fan of Benefit. ഇത് ബ്രൗ പെൻസിലാണ്. നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കും, ഫ്രണ്ടിൽ പെന്നാണ്. പിന്നെ ദിസ് ഇസ് അഗൈൻ ഗിമി ബ്രോ എന്ന് പറഞ്ഞിട്ട് യു ഡാർക്കൻ യുവർ ബ്രൗസ് വിത്ത് ദിസ്. സോ ഞാനിവിടെ 1 ഐബ്രോ ഓൾമോസ്റ്റ് ഡൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. ഇത് കണ്ടോ, സോ മെനി പ്രോബ്ലംസ് വിത്ത് ദിസ്, ബട്ട് ദിസ് ഈസ് ഓൾമോസ്റ്റ് ഗെറ്റിംഗ് ദാറ്റ്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് വെൻ യു ഡു യുവർ ബ്രൗസ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ മുമ്പൊന്നും ബ്രൗസ് ചെയ്യാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു, പക്ഷേ നൗ ഐ നോ വാട്ട് ഡിഫറൻസ് ഇറ്റ് ഗിവ്സ് ടു യുവർ ലുക്ക് മൊത്തത്തിൽ എന്ന്. നമ്മൾ ഓരോ സ്പോട്ടിലും ഫില്ല് ചെയ്ത് അതൊന്ന് ഈവനായിട്ട് എടുക്കുക. ഓക്കെ, നമ്മൾ വിചാരിക്കും നമ്മുടെ ബ്രൗസ് എപ്പോഴും ബ്ലാക്ക് കളറാണെന്ന്,
പക്ഷേ ആക്ച്വലി ഇറ്റ്സ് ഡാർക്ക് ബ്രൗൺ. യുനോ എല്ലാവരുടെയും ബ്ലാക്ക് ആണെങ്കിലും ഇറ്റ്സ് ആക്ച്വലി ഡാർക്ക് ബ്രൗൺ. യു ഷുഡ് ഓൾവേസ് ടേക്ക് ഡാർക്ക് ബ്രൗൺ. നമ്മൾ ഡാർക്ക് ബ്രൗൺ ഇതെടുത്ത് ഐബ്രോ പെൻസിലാണ് എപ്പോഴും നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഞാൻ പണ്ടൊക്കെ നമ്മൾ ഡാൻസൊക്കെ ചെയ്യുന്ന സമയത്ത് പണ്ടൊക്കെ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇങ്ങനെ കൈ കൊണ്ടിട്ടിട്ട് ഡാൻസ് മേക്കപ്പ് ചെയ്യുന്നവരൊക്കെ റൂഷ് പോലെയൊക്കെ ഇടാറില്ലേ? പണ്ടത്തെ ഒരു മേക്കപ്പിൻ്റെ ഒരു പരീക്ഷണങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഈ ബ്ലെൻഡേഴ്സ്, ഈ റൂഷ്, പലതരം ഷെയ്ഡ്സ്, ഇതൊന്നും പറഞ്ഞിട്ട് ഉണ്ടാവാറില്ലല്ലോ. അപ്പം ഞാൻ ആ ഒരു സ്റ്റൈലിലെ മേക്കപ്പൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയായിരുന്നു പണ്ട് എന്ന്. ബട്ട് നൗ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി ഇറ്റ് ബിക്കേം മോർ ഇമ്പോർട്ടൻറ്റ് ആഫ്റ്റർ ഓൾ ദീസ് ഇൻ്റർനെറ്റൊക്കെ വന്നതിന് ശേഷം. കാരണം ഈ ഫോട്ടോ അതിലൊക്കെ കാണുന്ന ഒരു എന്താ. ഓക്കെ, സോ ഒരു ബ്രൗ കണ്ട. അപ്പോൾ ഇനി നെക്സ്റ്റ് ബ്രൗവും ഇതേപോലെ ചെയ്യാം. ഈ പണ്ടത്തെ ഞാൻ പറഞ്ഞു തന്നെ എന്താ പറയുക, ഈ പണ്ടത്തെ ഇതിനൊക്കെ ഈ കൺമഷി അല്ലെങ്കിൽ കാജൽ എടുത്തില്ലേ, അതേ പെൻസിൽ വെച്ചിട്ട് ബ്രൗസിലിടാറുണ്ട് ഈ ഡാൻസൊക്കെ ചെയ്യുമ്പോഴും. നിങ്ങൾക്ക് അറിയോ അത്? നിങ്ങൾ ആ കാലഘട്ടത്തിൽ നിന്നാണോ? 90s കാലഘട്ടം, 2000 ഏർലി 2000 ലേറ്റ് 90s ആ സമയത്തൊക്കെ യൂത്ത് ഫെസ്റ്റിവൽ സമയത്തൊക്കെ ഞാൻ എപ്പോഴും കാണുന്ന കാഴ്ചയാണത്. റെഡ് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് റൂഷ് പോലെയാക്കും. ഇപ്പം കാണുമ്പോൾ അതൊക്കെ ക്ലൗൺ പോലെ തോന്നും, പക്ഷെ ആ സമയത്ത് അതൊക്കെ അതിഭീകര സൂപ്പർ ഹിറ്റ് മേക്കപ്പ് ടെക്നീക്സ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഡൺ. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുറച്ച് ഓവറായി പോയിന്ന്. പക്ഷെ നോ, ഇത് നമുക്ക് സെറ്റിലാക്കാം. ഓൾ റൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സാധനം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ബ്രഷ് ചെയ്യും. ഇത് അഗൈൻ ബ്രൗൺ മസ്കാരയാണ്, ഐബ്രോ മസ്കാര. ഇതിട്ടിട്ട് നമ്മൾ ഹെയർ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കും. ഓക്കെ, യു ജസ്റ്റ് സോർട്ട് ഓഫ് ഗിവിങ് ഇറ്റ് എ നൈസ് കോംബ് സോ ദാറ്റ് അതിങ്ങനെ വിയേർഡ് ഷേപ്പിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇപ്പം ഈ പ്രൊഡക്ട്സ് എല്ലാവരും യൂസ് ചെയ്യണമെന്നല്ല, ഇത് വീണ്ടും ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ബട്ട് ഐ ഫീൽ ഇറ്റ് ഇസ് വെരി ഹെൽപ്ഫുൾ. എനിക്ക് ഇതുവരെ മനസ്സിലാവാത്ത ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ഉണ്ട്. പക്ഷേ എന്താ അറിയോ, നമ്മുടെ ഐലാഷ് കേളർ. ഐ നെവർ അണ്ടർസ്റ്റുഡ് ദ ഹോൾ പോയിന്റ് ഓഫ് ഇറ്റ്. ഇറ്റ് നെവർ മേക്സ് എനി ഡിഫറൻസ് ഇൻ മൈ ലൈഫ് എന്ന് മാത്രമല്ല, അത് ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്യുമ്പം കണ്ണ് വേദനിച്ചു. ലൈക്ക് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പം യുനോ ഇഫ് യു ആർ നോട്ട് കെയർഫുൾ it could really cause a huge damage. So I don't really appreciate that product. എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ ഐബ്രോ കേളർ. ബട്ട് ദെൻ അത് യൂസ് ചെയ്യുമ്പം ചിലപ്പം ഒരു മൈന്യൂട്ട് ഡിഫറൻസ് എന്തെങ്കിലും വരുമായിരിക്കും. ബട്ട് ഇറ്റ്സ് ഫൈൻ, യു ക്യാൻ ഡു വിതൗട്ട് ഇറ്റ്. ഓക്കെ, നമ്മൾ കോംബ് ചെയ്തെടുത്തില്ലേ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മൾ വളരെ തിന്നായിട്ടുള്ള ഒരു ബ്രഷ് എടുക്കാം. ഫ്ലാറ്റ് ബ്രഷ്. ദിസ് ഇസ് കോൾഡ്, ഇറ്റ്സ് ഫ്രം മാക് 190. വെരി ഓൾഡ് ബ്രഷാണിത്. പണ്ടേ ഇതിനകത്ത് വന്നൊരു ബ്രഷാണ്. ഓക്കെ, ഇവിടെ ഞാൻ അത്യാവശ്യം കുറച്ച് ഷിമ്മർ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പോർഷൻ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്കൂടെ ജസ്റ്റ് ഒന്ന് നീറ്റാക്കണം. നമ്മൾ ആ സൈഡിലുള്ള അനാവശ്യ ഡാർക്ക്നെസ്സും ആ ഒരു ഇതിട്ടതിൻ്റെ ഒരു ഭീകരത ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് ബാലൻസ് ചെയ്യും. ഓക്കെ, യു ഗോട്ട് ഇറ്റ്? മനസ്സിലാവുന്നുണ്ടോ ഞാനിവിടെ എന്താ ചെയ്യേണ്ടതെന്ന്? ഇപ്പം നിങ്ങൾ കേൾക്കണം, ഓ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇത്രയും ബ്രഷസും കൂടെ ഞാൻ വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ആക്ച്വലി അത്യാവശ്യം ടാലൻ്റ് ഉണ്ടെങ്കിൽ വിരലുകൾ വെച്ചിട്ട് വരെ ഈസിലി ബ്ലെൻഡ് ആവുന്ന ടെക്നീക്സാണ് ഇതൊക്കെ. ആക്ച്വലി സ്പീക്കിംഗ്, ഞാൻ നിങ്ങളെ കാണിക്കാനാണ് എൻ്റെ ഐ ഷാഡോ വരെ ഞാൻ ബ്രഷ് അത്രയും യൂസ് ചെയ്തത്. യൂഷ്വലി ഈ ഇൻഡെക്സ് ഫിംഗറാണ് ഏറ്റവും ബെസ്റ്റ് ബ്രഷ് ഫോർ മൈ ഐ ഷാഡോ. ഞാനൊരു പ്രാവശ്യം ദുബായിൽ സെഫോറയിൽ ക്രിസ്റ്റ്യൻ ഡിയോറിൻ്റെ സ്റ്റോളിൽ നിൽക്കുന്ന സമയത്ത് ഐ വാസ് ലുക്കിംഗ് അറൗണ്ട് ഫോർ എ നൈസ് ബ്രഷ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മെയിൽ മേക്കപ്പ് കൺസൾട്ടൻറ്റ് ഉണ്ടായിരുന്നു, ഈ നമുക്ക് അസിസ്റ്റ് ചെയ്ത് തരത്തില്ലേ. അപ്പോൾ പുള്ളി എന്നെ കണ്ടിട്ട് എന്താണ് നോക്കുന്നത് നമുക്കിങ്ങനെ ചോദിച്ചു, വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് എനിക്കിങ്ങനെ ഐസിന് വേണ്ടിയിട്ടൊരു ബ്രഷാണ് ഞാൻ നോക്കുന്നതെന്ന്, ഐ ഷാഡോന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പറ വൈ ഞാൻ ബ്രഷ്. അപ്പോൾ ഹി വാസ് ലൈക്ക്, you have your fingers, you can do it with your fingers, what's better than doing it with your fingers? അപ്പം സാധാരണ നമ്മൾ ഇന്ത്യക്കാരൊക്കെ അല്ലേ ഫിംഗേഴ്സ് വെച്ച് കഴിക്കുക, ഫിംഗേഴ്സ് വെച്ച് ഇതൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ ചെയ്യുക. പക്ഷേ ഐ വാസ് റിയലി അമേസ്ഡ് ബിക്കോസ്
they totally believe fingers do a great job at makeup. And he was a Russian guy or something. And അങ്ങേര് എന്നിട്ട് കം ലെറ്റ് മീ ഷോ യു എന്നിട്ട് അവർ ഫിംഗർ വെച്ചിട്ടൊരു നല്ല കിഡിലൻ ഐ മേക്കപ്പ് എനിക്ക് ചെയ്തു തന്നു. ഒരു കണ്ണിന് മാത്രം ചെയ്തു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ കണ്ണും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ നിറഞ്ഞായിരുന്നു. അങ്ങനെ 2 കണ്ണും കൂടെ ചെയ്തു. എന്നിട്ട് ഞാൻ അവിടുന്ന് പോയി ശേഷം എനിക്ക് മനസ്സിലായി that what he said is really true. You don't need to be embarrassed if you're doing any makeup with your finger. You're doing a great job, okay? അപ്പം ഞാൻ ഈ ഇട്ട ഈ മേക്കപ്പ് ഇല്ലേ, അത് ഞാൻ ഒന്നും കൂടി എൻ്റെ ഫേസ് ഈ നെറ്റിൽ നിന്ന് ഞാൻ എടുത്തിട്ട് ഇനി എൻ്റെ ബാക്കിയുള്ള ഏരിയാസിലൊക്കെ കൂടി ഒന്നും കൂടി ഇടുകയാണ്. ഓക്കെ, you go. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രഷായിരുന്നു ഇത് പണ്ട്. പക്ഷെ പിന്നീട് കുറേ വെറൈറ്റി ബ്രഷുകൾ വന്നതിന് ശേഷം പാവം ഇത് സൈഡ് ലൈൻഡ് ആയിപ്പോയി. There you go. We're almost done. We're done with like 75% of makeup now. Okay. ഈ ഏരിയ ഇതിൻ്റെ മേലെ ഇങ്ങനത്തെ പല ഏരിയാസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് to complete your makeup, to make it reach all corners of your face. നിങ്ങളിൽ ആരാണ് എന്നോട് ബ്രൈഡൽ മേക്കപ്പ് ചോദിച്ചത്? ലൈക്ക് can you show me how to do bridal makeup എന്നൊക്കെ. ആക്ച്വലി ബ്രൈഡൽ മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ജനറലൈസ്ഡ് സാധനമാണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾ അപ്പ് ടു ദ ബ്രൈഡ്സ്. ഹൗ ഡു യു നീഡ് ദ മേക്കപ്പ്? ഡു യു വാണ്ട് ഇറ്റ് ലൈക്ക് എ വെരി സൂപ്പർ ഹെവി ഒരു നോർത്ത് ഇന്ത്യൻ ബ്രൈഡ് സ്റ്റൈൽ മേക്കപ്പ്, ഓർ നമ്മുടെ ക്രിസ്ത്യൻ ബ്രൈഡ് മേക്കപ്പ് ഇസ് വെരി ലൈറ്റ്, ഇസ്ൻറ്റ് ഇറ്റ്? ഭയങ്കര ലൈറ്റാണ് ക്രിസ്ത്യൻ ബ്രൈഡ്സിൻ്റെ മേക്കപ്പ്. മുസ്ലിം ബ്രൈഡ്സിൻ്റെ കുറച്ച് ഹെവിയാണ്. ഹിന്ദു ബ്രൈഡ്സിൻ്റെ അഗൈൻ ടേസ്റ്റ് വ്യത്യാസം പോലെ ചിലർ വളരെ സിമ്പിളായിരിക്കും, ചിലർ ഭയങ്കര ഹെവി ആയിരിക്കും. സോ നിങ്ങളിപ്പം ഏതാണ് നോക്കണേ എന്ന് വെച്ചാൽ അതേമാതിരി വേണമെങ്കിൽ ഞാൻ ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടിയും നാച്ചുറൽ പ്ലസ് ഒരു മേക്കപ്പ് ലുക്കുള്ള ഒരു സ്റ്റൈലാണ് പിടിക്കാൻ ഇഷ്ടം. എൻ്റെ കല്യാണ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തും ആ ഒരു ഇതാണ്. ജാൻമണിയാണ് എനിക്ക് ചെയ്തു തന്നത്. പക്ഷേ ഐ ആസ്ക്ഡ് ഹർ ടു ഫോളോ ഒരു വളരെ നാച്ചുറൽ മേക്കപ്പ്. ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. ഓക്കെ, അപ്പോൾ മേ ബി യു ക്യാൻ ട്രൈ ദിസ് ഫോർ യുവർ ബ്രൈഡൽ മേക്കപ്പ് ടു. ബട്ട് ഐ ഷാഡോനൊക്കെ നല്ല പോലെ വ്യത്യാസം വേണം കേട്ടോ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുമ്പം. യു ഷുഡ് നെവർ ഡു സ്മോക്കി ഐസ് ആൻഡ് ഓൾ. യു ഹാവ് ടു ബി ഷൈനിങ് ദാറ്റ് ഡേ. സോ അതിന് വേണ്ടിയിട്ട് നല്ല നിങ്ങളെ സാരിയുടെ ഷെയ്ഡൊക്കെ നോക്കിയിട്ട് വേണം അതിൻ്റെ ബേസും അതിൻ്റെ കോമ്പിനേഷനും ബ്ലെൻഡിങ്ങും ഒക്കെ നിങ്ങൾ നോക്കാൻ. ഓൾറൈറ്റ്, ഇനി നെക്സ്റ്റ് ഞാൻ ഐലൈനർ വരക്കാൻ പോവാണ്. ഓക്കെ, എൻ്റെ ഫേവറേറ്റ് കൈൻഡ് ഓഫ് ഐലൈനർ എന്താണെന്ന് അറിയാം? ദ വിങ്ഡ് സ്റ്റൈൽ. ഓക്കെ, ബെനിഫിറ്റിൻ്റെ പെന്നാണിത്. വെരി ഈസി ടു അപ്ലൈ. ഓക്കെ, ഇഫ് യു ആർ കൈൻഡ് ഓഫ് ഗുഡ് വിത്ത് യുവർ ഡ്രോയിങ്സ് എന്നാൽ പിന്നെ ഇത് കുറച്ച് ഈസി ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനുള്ള സെപ്പറേറ്റ് വീഡിയോ ഞാൻ വേണമെങ്കിൽ ചെയ്യാം, ഹൗ ടു ഡു വിങ് ഐലൈനർ, ഓൺലി ഇഫ് യു നീഡ്. ഓക്കെ, ബിക്കോസ് എനിക്കറിയില്ല എത്ര പേർക്ക് ഇതൊക്കെ ഇഷ്ടമാണ് വിങ് ലൈനറൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ടല്ലോ. സോ എൻ്റെ അടുത്ത് നിങ്ങൾ ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരണം വിങ്ഡ് എങ്ങനെയാണ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അതൊരു ടാസ്ക്കാണ്, അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ആസ് ഓഫ് നൗ ഞാനൊന്ന് പെട്ടെന്ന് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, സോ ഐ എം ഓൾമോസ്റ്റ് ഡൺ വിത്ത് മൈ ഐസ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ അല്ല, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മുടെ കണ്ണുകളുടെ മസ്കാരയ്ക്ക് ഏറ്റവും നല്ല എഫക്റ്റ് കിട്ടണമെങ്കിൽ ഓൾവേസ് യൂസ് ടു. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. This is another favorite. Okay, this is from Benefit. This is from Maybelline. ഇത് എല്ലായിടത്തും കിട്ടുന്നതാണ്. ഹെൽത്ത് ആൻഡ് ഗ്ലോ പോലത്തെ സ്ഥലങ്ങളൊക്കെ കിട്ടും. ഇത് അഗൈൻ ബെനിഫിറ്റിൻ്റെ ആണ്. സോ ഐ എം ഗോയിങ് ടു യൂസ് ദീസ് ടു ഫോർ നൗ. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ Maybelline ഹൈപ്പർ കേൾ. ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. ഓക്കെ, ഐ ലൈക്ക് ഇറ്റ്. വെരി അഫോർഡബിൾ ടു, നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. യു ക്യാൻ ഓൾവേസ് ഹാവ് വൺ ഇൻ യുവർ ഹാൻഡ്സ്. റൈറ്റ്, നമ്മൾ താഴ്ന്ന മേലേക്ക് നമ്മളിട്ടു. ഓക്കെ, ഓൾവേസ് വെൻ യു അപ്ലൈ ഇറ്റ് ഒന്നൊരു വിഗിൾ ചെയ്തിട്ടൊന്ന് മേലേക്ക് ആക്കണം. മനസ്സിലായോ? അതായത് നമ്മൾ താഴ്ന്നിടുമ്പോൾ ഒന്ന് ക്ലോസ് ചെയ്ത് ഒന്ന് ഇങ്ങനെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് കണ്ടോ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് വിടർന്ന് നിൽക്കാൻ പറ്റും. മനസ്സിലായോ? നമ്മളിങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും ദിസ് വർക്ക്സ് ബിക്കോസ് ഇറ്റ് ആക്ച്വലി നീഡ്സ് ടു get that curl feeling, അല്ലേ?
അപ്പം ഈ ഒരു സാധനം മേലേക്ക് ഇങ്ങനെ ഇടാം. വെരി ഗുഡ്. ഓക്കെ, കണ്ടോ? ഇനി നമ്മുടെ അടുത്ത മസ്കാര എടുക്കുക. കണ്ടോ കണ്ടോ അതിൻ്റെ എഫക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? സി, ഞാൻ ഈ സൈഡിലോട്ട് നോക്കാൻ നമുക്ക് മനസ്സിലാവും. കണ്ടോ? യു ലുക്ക് ഹൗ എഫക്റ്റീവ് ഇറ്റ് ലുക്സ് നൗ. ഓൾമോസ്റ്റ് ലൈക്ക് ഐ വോൺ ലാഷ് അല്ലേ? ചെറിയൊരു ലാഷ് ഇട്ട പോലെ ഇല്ലേ? എനിക്ക് ആക്ച്വലി വേണമെങ്കിൽ ലാഷ് ഇടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു, പക്ഷേ എനിക്കിന്ന് ലാഷ് ഇടേണ്ട. അതാണ് കാരണം. ഞാനിപ്പോൾ അത് ഇടുന്ന വീഡിയോ എടുത്ത് പിന്നെ അത് എടുത്തു കഴിയുമ്പോൾ ഭയങ്കര മെസ്സി ആയിപ്പോവും. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് സപ്പോസ് വിങ് ലൈനർ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ലാഷ് ഇടുന്നതും കൂടെ അതിൻ്റെ ഒപ്പം കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഇതാക്കണ്ടോ? ഇതിങ്ങനെ കേൾ ചെയ്ത് ഐ ജസ്റ്റ് ലവ് ദിസ് മസ്കാര. കണ്ടോ? സി, അതേപോലെ ഇവിടെയും ചെയ്യാം.
ബ്രഷും വാങ്ങിച്ച് കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. യു കൻ ഡു ഇറ്റ് വിത്ത് യുവർ ഫിംഗേഴ്സ് ഇഫ് യു നോ ദ ഹോൾ പോയിൻറ്റ് ഓഫ് ഡൂയിങ് ദിസ്. ഓക്കെ, സോ അതായത് ഇപ്പം നമ്മൾ എന്തായി, ഇപ്പം നമ്മുടെ നോസിന് ആ പഴയ ഷെയ്ഡിലുള്ള ഒരു പാലം തന്നെ വന്നത് കണ്ടോ? സോ അങ്ങനെ പാലം പണിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ സൈഡിൻ്റെ പോർഷൻ ഒന്ന് ബ്ലെൻഡ് ചെയ്യും, ഈ പോർഷൻ ഒന്ന് ബ്ലെൻഡ് ചെയ്യും. ഓക്കെ ഓക്കെ, കണ്ടോ ഇത്ര എളുപ്പമായിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇനി ഈ പോർഷനിലുള്ള ഈ ഒരു ഡിഫറൻസ് മാറ്റാൻ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യേണ്ടി വരാം. നമുക്ക് അവസാനം ചെയ്യാം. അപ്പോൾ യു ഗോട്ട് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ മൈ നോസ് കോൺട്യൂറിങ് ഇസ് ഡൺ. ഇനി നമ്മുടെ ചീക്ക് ആൻഡ് ജോസ് നമ്മൾ ചെയ്യും. അതിന് മുമ്പ് I'd like to blend this portion a bit. Okay, I just do that. Okay, so ആദ്യം ഒരു ലിപ് ബാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാം. നമുക്ക് ഈ മാക്കിന്നൊക്കെ നമുക്ക് ഈ ലിപ്പ് മോയ്സ്ചറൈസർ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. ലിപ്പ് കണ്ടീഷണർ, ഐ ഡോണ്ട് തിങ്ക് യു നീഡ് ടു ഇൻവെസ്റ്റ് ഓൺ ഓൾ ദാറ്റ്. ഐ മീൻ ഇഫ് യു ആർ ഒരു മേക്കപ്പ് ഫ്രീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്കൊരിക്കലും അതിനൊന്നും ഒരു പ്രോപ്പർ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ബെറ്റർ യൂസ് എ നാച്ചുറൽ ലിപ് ബാം ആസ് എ ബേസ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, ഫസ്റ്റ് ഐ എം ഗോയിങ് ടു യൂസ് ദിസ് ലിപ്സ്റ്റിക്. ഇത് നൈക്ക മൊണാലിസ ആണ്. ജസ്റ്റ് ഒരു ബേസിനൊക്കെ ഫസ്റ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ മേലെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്നത് ടു ഫേസ്റ്റിൻ്റെ ഒരു ചോക്ലേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇറ്റ്സ് കോൾഡ് മെൽറ്റഡ് ചോക്ലേറ്റ്. ഐ റിയലി ലവ് ദിസ് ലിപ്സ്റ്റിക് ബിക്കോസ് ഇതിന് നല്ല ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ്. ഞാൻ തിന്നാറില്ല, പക്ഷെ എന്നാലും കാണാം. ഇതിങ്ങനെ നടുവിൽ, ലിപ്സിൻ്റെ നടുവിലിടാം. ഓക്കെ, ഇനി മേലെ കൂടി ഇടാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോബ് എന്താണ്, എനിക്ക് ലിപ്സ്റ്റിക്സ് മിക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിലർ എൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് ചോദിക്കും ഏത് ലിപ് ഷെയ്ഡെന്ന്. ആക്ച്വലി അതിലൊരു 3 ലിപ് ഷെയ്ഡ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഇട്ടില്ലേ? ഇനി നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഇനി ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ട് അത് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ദിസ് ഇസ് ഫ്രം സെഫോറ. കണ്ട ഒരു ബ്രൗണിഷ് ഷെയ്ഡ് വരുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ ഒറ്റയ്ക്ക് വെച്ചാൽ ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ എനിക്കിത് കിട്ടില്ല. ഈ ചോക്ലേറ്റ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു ഗോത്തിക് ലുക്ക് കിട്ടും. എനിക്ക് അത് വേണ്ട. യൂഷ്വലി ഞാൻ എൻ്റെ ലിപ്സ് ഞാൻ ഹെയറും ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഇടാറാണ് പതിവ്. പക്ഷേ ഇന്ന് മേക്കപ്പ് കാണിക്കുന്നുണ്ട്. ഐ ഹാഡ് ടു കംപ്ലീറ്റ് ദ ലുക്ക്. ദാറ്റ്സ് വൈ ഞാൻ ഇപ്പോൾ തന്നെ ഇട്ടത് കേട്ടോ. ഇനി വി കം ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, സെക്കൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോർഷൻ വിച്ച് ഇസ് ഹൈലൈറ്റർ. ദിസ് ഈസ് ബെനിഫിറ്റിൻ്റെ ടിക്കിൾ ഷെയ്ഡാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാട്ടോ. ഇതിൻ്റെ തന്നെ 3 എണ്ണം ഉണ്ട്. ബട്ട് ഐ റിയലി ലവ് ദിസ് വൺ. ഞാൻ ട്രയൽ നോക്കിയിട്ട് എടുത്തത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഹൈലൈറ്റർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണത്? എന്താണ് ആ പേര് പോലെ തന്നെ, ടു ഹൈലൈറ്റ്. സോ ടി സോൺ, നമ്മുടെ ഫോർഹെഡിലെ ടി സോൺ അവിടെ ഒന്ന് ജസ്റ്റ് ബ്രഷ് ഇറ്റ് ത്രൂ. പിന്നെ നോസ് നമ്മൾ പാലം പണിഞ്ഞൊന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. പിന്നെ നമ്മുടെ ചീക്ക് ബോൺ. ഓൾറൈറ്റ്, യു ഹൈലൈറ്റ് ദാറ്റ്. ഹൈലൈറ്റ് ദ ചീക്ക് ബോൺ ഹിയർ. ഓക്കെ, ഡൺ, ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഫൈനൽ ടച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തു കേട്ടോ. ബിക്കോസ് യു മൈറ്റ് ഹാവ് ടു ലൈക്ക് ഒന്നും കൂടി ഒന്ന് കണ്ണിൻ്റെ താഴെ ഒന്ന് ശരിയാക്കേണ്ടി വരും. അങ്ങനെ പല ടച്ചിങ് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ചെയ്യും. സോ അത് ഞാനിപ്പം ചെയ്തിട്ട് ലാസ്റ്റ് ഒരു കാര്യത്തിലേക്ക് ഞാൻ വരും, വിച്ച് ഈസ് ദിസ് വൺ. ഇറ്റ് ഈസ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ. ഞാൻ ഗോയിങ് ടു ഡു ഇറ്റ്. ഐ എം ഗോയിങ് ടു ഷോ ദ വേ. ഓക്കെ, മുടിയൊക്കെ ഒന്ന് സ്പ്രെഡായിട്ട് വെച്ചിട്ട് യു ക്ലോസ് യുവർ ഐസ് ആൻഡ് സ്ട്രെയിറ്റ് ഫേസ് വെച്ചിട്ട് 2, 3, 4 ഞാൻ 4 എണ്ണം അടിച്ചു. ഇത് ഞാൻ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നു. സോ നമ്മൾ യൂഷ്വലി മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു 45 minutes to 1 hour എടുക്കും നമ്മുടെ ഫേസിനൊന്ന് സെറ്റ് ആവാൻ. മനസ്സിലായി? ഇപ്പം ഞാൻ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ താഴെ പോയി കഴിഞ്ഞാൽ അതൊരു എനിക്ക് തന്നെ ഫീൽ ചെയ്യും, എല്ലാവർക്കും വിചാരിക്കുമല്ലോ ഞാൻ ഇപ്പം മേക്കപ്പ് ഇട്ടിട്ട് ഇറങ്ങിയതാണെന്ന്. മനസ്സിലായോ? എന്നാൽ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഫേസിന് മേക്കപ്പ് ഇട്ടതിന് ശേഷം കണ്ടിട്ടുണ്ടോ, ഇറ്റ് ബിക്കംസ് വെരി നോർമൽ, റൈറ്റ്? സോ ആ ഒരു സെറ്റ് ചെയ്യാനുള്ള ഒരു ക്വിക്ക് വേ ആണ് ഈ സെറ്റിംഗ് സ്പ്രേ എന്ന് പറയുന്നത്. ഇത് നിക്സിൻ്റെ മാറ്റ് ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതിൻ്റെ ലോറിയാലിൻ്റെ നല്ലതാണ്, മാക്കിൻ്റെ നല്ലതാണ്.
So you can use anything. And ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് 15 മിനിറ്റ്സിനകം മൈ ഫേസ് ഇസ് ഗോയിങ് ടു ലുക്ക് ആബ്സല്യൂട്ട്ലി ഫൈൻ. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ടു ഗ്ലോയി ഓർ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി കേക്കി ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് വാച്ചിങ് മൈ മേക്കപ്പ് വീഡിയോ. ദിസ് നോട്ട് എ ട്യൂട്ടോറിയൽ. ഞാനൊരു ട്യൂട്ടോറിയൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ദിസ് ഇസ് ദ വേ ഐ ഡു ഇറ്റ്. ഇഫ് യു ലൈക്ക് ഇറ്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ടെൽ മീ അടുത്തതായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോസ് എന്തൊക്കെയാണെന്ന് താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാൻ മറന്നിട്ടുണ്ടെങ്കിൽ പോയി കാണുക. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഈ ചാനലിൽ കിടന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ഒരു സന്തോഷമാകും. ഓക്കെ, സോ ഞാൻ മാക്സിമം വീഡിയോസൊക്കെ എല്ലാ ആഴ്ചയിലും ഇടാൻ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ഐ ഡോണ്ട് ഹാവ് അത്ര ഒരു ടീം അങ്ങനെയൊന്നും അല്ല എൻ്റെ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് നോട്ട് എ ടീം വർക്ക് ഓർ എനിത്തിങ്. ഇറ്റ്സ് ഓൺ മൈ ഓൺ. സോ ബിക്കോസ് ഓഫ് ദാറ്റ് എനിക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സപ്പോസ് ഒരു വീക്കൊക്കെ ഞാൻ മിസ്സായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേഷ്യം വരാതെ വെയിറ്റ് ചെയ്യണം കേട്ടോ അടുത്ത എപ്പിസോഡിന്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. ഐ ലവ് each and every one of my YouTube family. I mean, you guys are sherikum family for me. I really love you guys. Okay, bye bye, see you.